ശ്രീ ആർ സുഭാഷ്, ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഈ അൻവറുമായി ബന്ധപ്പെട്ട്, അതിൽ കുറച്ചുകൂടി യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് അവിടെ പവർ ഉണ്ടെന്ന് അദ്ദേഹത്തിന് തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ എത്ര വോട്ട് തനിക്ക് പിടിക്കാനാകുന്നു എന്നുള്ളത് ഇരുമുന്നണികൾക്കും കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ആരാണോ മുഖ്യ ശത്രു എന്നതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നു എന്ന രൂപത്തിൽ അതിനെ കാണുകയല്ലേ വേണ്ടത്. മറ്റൊന്ന്, ലീഗ്, അതോടൊപ്പം ആര്യടൻ ഷൗക്കത്ത്, ഇവർക്കിടയിൽ ഈ ആര്യടൻ ഫാമിലിയുമായി ലീഗിനുണ്ടായിരുന്ന പ്രശ്നം, ലീഗിന് തിരിച്ചുമുണ്ടായിരുന്ന പ്രശ്നം, അവിടെ കോൺഗ്രസിനെ ഉണ്ടാക്കിയത് ആര്യടൻ മുഹമ്മദാണ്. അന്ന് നടത്തിയ പ്രതികരണങ്ങൾ, തങ്ങൾമാരുമായൊക്കെ ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ, ഇതൊക്കെ പിന്നെയും ഇപ്പോൾ ഇങ്ങനെ കയറി വരികയാണല്ലോ. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങളിപ്പോൾ ഒന്നിച്ചാണ് എന്ന് കാണിക്കാൻ പ്രിയങ്ക വന്ന റാലിയിലടക്കം ഒരു പ്രവർത്തകൻ ലീഗിൻ്റെ കൊടി ഷൗക്കത്തിനെ ഏൽപ്പിക്കുകയാണ്. ഷൗക്കത്ത് ആ കൊടിയൊന്ന് വീശുന്നുണ്ട്. അത് പ്രിയങ്കയുടെ കൂടി സാന്നിധ്യത്തിലാണ് എന്നൊരു കൗതുകം കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും, ഒന്ന് ഉപതെരഞ്ഞെടുപ്പാണ്, രാഹുലിൻ്റെ ആയാലും പ്രിയങ്കയുടെ ആയാലും, ലീഗിൻ്റെ കൊടി അത് ഏത് രൂപത്തിൽ അവിടെ ദേശീയ തലത്തിൽ BJP അതിനെ പാക് കൊടിയാക്കി വ്യാഖ്യാനിച്ചു എന്നുള്ളൊരു വിഷയം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശങ്ക അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. ലീഗ് പ്രിയങ്കയുടെ മുന്നിൽ തന്നെ ആ കൊടിയെടുത്ത് ആര്യടൻ ഷൗക്കത്തിന് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ആ ഐക്യം പുറമേക്ക് കാണിക്കൽ കൂടിയാണ്. അതിനെങ്ങനെ കാണുന്നു? ലീഗിൻ്റെ കൊടി പ്രിയങ്ക ഗാന്ധി വന്ന സമയത്ത് ഞാൻ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലുള്ള സ്വീകരണം യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ ഒരു കൊടി ഉണ്ടായിരുന്നില്ല, ബലൂണുകൾ മാത്രമായിരുന്നു. അത് കുറച്ച് കാലമായി പ്രിയങ്ക ഗാന്ധിയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും വരുന്ന സമയത്ത് കൊടികൾ, 2 കൂട്ടരുടെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൊടികൾ ഒഴിവാക്കി വർണ്ണ ബലൂണുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതൊരു ഏത് തരത്തിലാണ് എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച്, ആ സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഇവിടെ അൻവറിൻ്റെ കാര്യം പറയുന്നു. അൻവർ ഈ അവസാന സമയത്തിൽ അൻവറിൻ്റെ വാക്കുകളിൽ ഒരു വ്യാഖ്യാനം, അത് ഈ UDF കക്ഷിക്കുള്ള പിന്തുണയാകാം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് എത്രത്തോളം ശരിയാവുമെന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം അൻവർ ഇതിൻ്റെ തുടക്കം മുതൽ, ഈ പ്രശ്നത്തിൻ്റെ തുടക്കം മുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റിയോട് കൂടിയല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട സമയത്ത് അതിന് വലിയ തോതിലുള്ള പിന്തുണയും ലഭിച്ചിരുന്നു. ഈവൻ ഈ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് പോലും അവർക്ക് അദ്ദേഹത്തിന് ആ പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങൾക്ക് പിന്തുണ ലഭിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു വിഷയം പിന്നീട് എന്ത് ചെയ്യണം, പിന്നീട് ഏത് രീതിയിൽ പോകണം എന്നതിനെക്കുറിച്ച് വളരെ അവധാനതയോടുകൂടി ഒരു ചിന്തയോ ഒരു രാഷ്ട്രീയ ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമോ അദ്ദേഹത്തിൻ്റെ രീതിയിൽ നിന്നുണ്ടായില്ല. പിന്നീട് മുഴുവൻ വളരെ വൈകാരികമായാണ് അദ്ദേഹം കാര്യങ്ങളെ കണ്ടത്. ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പിണറായി വിജയൻ പിതൃതുല്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അൻവർ ഈ ഒരു പോക്കെങ്ങോട്ടാണ് എന്ന് കൃത്യമായി കണ്ട് പിണറായി അതിന് മുന്നിൽ കയറി അൻവറിനെ തള്ളിപ്പറഞ്ഞതോടുകൂടിയാണ് പിന്നീട് അദ്ദേഹം പിതൃതുല്യനല്ലാതാവുകയും പിതൃക്കൾക്കൊക്കെ പറയുകയൊക്കെ ചെയ്തത്. അന്നു മുതൽ തന്നെ കൃത്യമായ ഒരു ഫോക്കസ് ഇല്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അൻവറിൻ്റേത്. ഏതാണ് ശരി, അല്ലെങ്കിൽ ഏതാണ് ലക്ഷ്യം എന്നതിനെ ചൊല്ലി അത് ഏത് മാർഗത്തിലൂടെ പോകണം, എങ്ങനെ പോകണം എന്ന കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്യാനാവാത്ത അവസ്ഥയായിരുന്നു. ശ്രദ്ധ തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിൽ CPM വിജയിച്ചോ ശ്രീ ആർ സുഭാഷ്? കാരണം അപ്പോഴേക്കും ഈ ജമാഅത്തെ വിഷയം എടുത്തിരുന്നു, അതിലേക്ക് പൂർണ്ണമായും മാറുന്നു. അൻവറിനെ അങ്ങോട്ട് പൂർണ്ണമായി അവഗണിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ട നിശ്ചയിച്ചത് CPM ആണ്. അഥവാ ബാക്കി പാർട്ടികളെ കൊണ്ട് കൂടി ഏറ്റവും പരമപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാതിരിക്കാനുള്ള പരിശ്രമം നടത്തുകയും അവർക്ക് വേണ്ട സ്ഥലങ്ങളിലേക്ക് മാത്രം ശ്രദ്ധയൂന്നുന്ന തരത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത് CPM-നാണ്. ഈ ഒരു രാഷ്ട്രീയ മേഖലയിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഒരു ആത്യന്തിക തുകയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ശരിക്കും പ്രതിപക്ഷം നേരിടേണ്ടിയിരുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷം കൃത്യമായ തരത്തിൽ കൊണ്ടുപോകേണ്ടിയിരുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടത്തെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുന്നതിൽ CPM വിജയിച്ചിട്ടുണ്ട്. അതിൽ ചില പരാമർശങ്ങൾ, പെൻഷൻ പോലെയുള്ള ചില പരാമർശങ്ങൾ, അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് VD സതീശൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അതേപോലെ തന്നെ രാത്രി പന്നിക്കണി വെച്ച് ആ കുട്ടി മരിച്ചപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൃത്യമായ തരത്തിൽ അത് UDF-ന് അനുകൂലമായ നിരവധി വിഷയങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാൻ
പ്രചരണത്തിലൂടെ കൃത്യമായ ഇടപെടലുകളിലൂടെ CPM-ന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരങ്ങളെക്കുറിച്ചോ വലിയ തോതിലുള്ള ജനകീയ വിഷയങ്ങളെക്കുറിച്ചോ ഈ പ്രദേശം ഏതാണ്ട് 70% വനാതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണിത്. ഇവിടെയുള്ള ഏറ്റവും പരമപ്രധാനമായ പ്രശ്നമാണ് ഈ വന്യജീവികളുടെ അക്രമം സംബന്ധിച്ച്. അത് സംബന്ധിച്ച എന്തെങ്കിലും കാര്യങ്ങളോ വലിയ ചർച്ചയായോ പ്രധാന വിഷയമായോ കൊണ്ടുവരാൻ UDF-ന് കഴിയാത്ത തരത്തിൽ ആ പ്രചരണത്തെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിനെ മാറ്റി തീർക്കാൻ CPM-ന് സാധിച്ചു എന്നുള്ളതാണ് സത്യം. Debate with Smriti Parathikar.